നമസ്കാരം. ബത്തേരി നഗരത്തെ വിടാതെ പുലി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ ഒരു പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. ബത്തേരി നഗരത്തിൽ വീണ്ടും പുലി ഇറങ്ങി. കഴിഞ്ഞ രാത്രി ശാന്തിനഗർ ഹൗസിംഗ് കോളനിക്ക് സമീപം പുലിയെത്തി. പുലിയെ അടിയന്തരമായി കൂടുവെച്ച് പിടികൂടണമെന്ന ആവശ്യം. മൂപ്പനാട് വാളത്തൂർ പ്രദേശത്തും പുലിയുടെ സാന്നിധ്യം. കലോത്സവ വേദികളിലെ വിധി നിർണയത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പരാതികൾക്കെതിരെ ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാര ജേതാവ് കലാമണ്ഡലം ഋഷി ഷാജിദാസ്. അടുത്ത കലോത്സവം മുതൽ വേദികളിൽ തന്റെ സാന്നിധ്യമുണ്ടാകില്ല. ഓരോ നൃത്ത ഇനങ്ങളിലെയും വിദഗ്ധരെ വിധികർത്താക്കളായി നിയമിക്കാത്തത് പ്രശ്നങ്ങൾക്കു കാരണം. കലാമണ്ഡലം ഋഷി ഷാജിദാസിന്റെ വെളിപ്പെടുത്തൽ മലനാട് ചാനലിന് മുഖാമുഖം പരിപാടിയിൽ. മാരക മയക്കുമരുന്നായ MDMAയും കഞ്ചാവുമായി യുവാവ് പിടിയിലായത് മലപ്പുറം സ്വദേശി. ഇയാളുടെ പക്കൽ നിന്ന് 0.08 ഗ്രാം MDMAയും 16.5 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. പാതിവഴിയിൽ നിർമ്മാണം നിലയ്ക്കുന്ന ഗോത്രവീടുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. നിർമ്മാണം ഏറ്റെടുക്കുന്ന കരാറുകാർ പ്രവൃത്തി പൂർത്തീകരിക്കാതെ പണം വാങ്ങി മുങ്ങുന്നു. തട്ടിപ്പ് നടത്തുന്ന കരാറുകാർ വീണ്ടും വീട് നിർമ്മാണം ഏറ്റെടുക്കുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സുൽത്താൻ ബത്തേരി ടൗണിൽ വീണ്ടും പുലി ഇറങ്ങി. കഴിഞ്ഞ രാത്രിയിൽ കോട്ടക്കുന്ന് ശാന്തിനഗർ ഹൗസിംഗ് കോളനിക്ക് സമീപമാണ് പ്രദേശവാസികളെ ഭീതിയിലാക്കി പുലി എത്തിയത്. സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ കാടുമൂടി കിടക്കുന്ന തോട്ടങ്ങളിലാണ് പുലി തമ്പടിക്കുന്നതെന്നും പുലിയെ പിടികൂടാൻ അടിയന്തര നടപടി വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ രാത്രി 9 മണിയോടുകൂടിയാണ് കോട്ടക്കുന്ന് ശാന്തിനഗർ ഹൗസിംഗ് കോളനിക്ക് സമീപം പുലിയെത്തിയത്. ഈ സമയം ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനാണ് പുലിയെ ആദ്യം കണ്ടത്. ഇദ്ദേഹം ബഹളം വച്ചതോടെ പുലി സമീപത്തെ കാട് മൂടിക്കിടക്കുന്ന തോട്ടത്തിലേക്ക് മറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലായി പുലിയെത്തി കോഴികളെ പിടികൂടിയ പുതുശ്ശേരി പോൾ മാത്യൂസിന്റെ വീടിന് സമീപത്തുള്ള പ്രദേശം കൂടിയാണിത്. ഹൗസിംഗ് കോളനി എന്ന് പറഞ്ഞാൽ 52 വീടാണുള്ളത്. 52 വീട്ടിലും എല്ലാം ആൾതാമസമുള്ളതാണ്. കൂടാതെ ഇപ്പോൾ ഈ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾ അവിടെയുണ്ട്. കുട്ടികൾ കളിക്കുന്ന പ്രദേശമാണിത്. അതായത് വൈകുന്നേരവും രാവിലെയും കുട്ടികൾ എല്ലാവരും ഒത്തുചേർന്ന് കളിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ പുലി വസിക്കുന്നത്. വനപാലകരുടെ ഭാഗത്തു നിന്ന് ഇന്ന് തന്നെ കൂടുവെച്ച് ഈ പുലിയെ പിടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്നും ബത്തേരി മുനിസിപ്പാലിറ്റി ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അവിടെ കാട് വെട്ടാത്ത ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് കോളനിയുടെ സെക്രട്ടറി എന്ന രീതിയിൽ എനിക്ക് ഉന്നയിക്കാം. പ്രദേശത്തെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3 ദിവസങ്ങളിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. ഇവിടെയുള്ള കാട് മൂടിക്കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളിലാണ് പുലി തമ്പടിച്ചിരിക്കുന്നത്. എത്രയും വേഗം തോട്ടത്തിലെ അടിക്കാടുകൾ വെട്ടിനീക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. കൂടാതെ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടി നാട്ടുകാരുടെ ആശങ്കയകറ്റണം. ഇതിനുള്ള നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം മുതലാണ് ബത്തേരി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. മലനാട് ന്യൂസ്, ബത്തേരി. മൂപ്പനാട് പഞ്ചായത്തിലെ വാളത്തൂർ ആനടിക്കാപ്പ് റോഡിൽ പുലിയുടെ സാന്നിധ്യം. പ്രദേശത്ത് സ്ഥാപിച്ച CCTVയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞു. പ്രദേശത്തെ ഉന്നതികളിലടക്കം നിരവധി കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചു വരുന്നത്. പുലിയുടെ ദൃശ്യം മലനാട് ചാനലിന് ലഭിച്ചു. കലോത്സവ വേദികളിലെ വിധി നിർണയത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പരാതികൾക്കെതിരെ ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാര ജേതാവ് കലാമണ്ഡലം ഋഷി ഷാജിദാസ്. അടുത്ത കലോത്സവം മുതൽ വേദികളിൽ തന്റെ സാന്നിധ്യം ഉണ്ടാകില്ല. കുട്ടികളെ താൻ പരിശീലിപ്പിക്കും. അവർക്ക് വേദികളിലും എത്താം. ഓരോ വർഷവും കഴിയുന്തോറും പരാതികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. കലോത്സവ വേദികളിലെ വിദ്യാർത്ഥികളുടെ കണ്ണുനീരാണ് തന്നെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതെന്നും കലാമണ്ഡലം ഋഷി ഷാജിദാസ് പറഞ്ഞു. കഴിഞ്ഞ 28 വർഷമായി കലോത്സവ വേദികളിൽ തൻ്റെ ശിഷ്യർക്കൊപ്പം സ്ഥിര സാന്നിധ്യമാണ് ഋഷി ഷാജിദാസ്. മലനാട് ചാനലിൻ്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ.
ഒരു കലോത്സവ വേദിയിലെത്തുമ്പോൾ അവിടെയുള്ള ജഡ്ജ്മെൻറ്റിനെതിരായ പരാതികൾ, അത് നമ്മൾ സംസ്ഥാന കലോത്സവം മുതൽ താഴേക്കിടയിലുള്ള ഉപജില്ല മുതൽ സംസ്ഥാന കലോത്സവം വരെയുള്ള സ്കൂൾ കലോത്സവം അതിൽ ഉൾപ്പെടെ ഇത്തരം പരാതികൾ വ്യാപകമായി വരുന്നുണ്ട്. എന്താണ് ടീച്ചറുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ കാര്യങ്ങളൊക്കെ? ടീച്ചർ കൃത്യമായി എല്ലാ കലോത്സവ വേദികളിലും പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി അങ്ങനെയുള്ള ഇനങ്ങൾ വരുമ്പോൾ ആ മേഖലയിൽ പ്രാവീണ്യം നേടിയവർ, അതായത് സർട്ടിഫിക്കറ്റ് ഉള്ളവർ, അല്ലെങ്കിൽ ഇത്ര വർഷം കോഴ്സ് പഠിച്ചിരുന്നവരെ കൊണ്ടുവന്നിട്ട് മാത്രമേ നമ്മൾ ജഡ്ജ്മെന്റിന് ഇരുത്താൻ പാടുള്ളൂ. ഇപ്പോൾ ആ രീതിയിലല്ലേ പ്രാവീണ്യം നേടിയവരല്ലേ? ഇപ്പൊ ഒരു ടീമിനെ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു കലോത്സവം വരുമ്പോൾ ഇപ്പം നമുക്കൊരു ടീമിനെ ഏൽപ്പിച്ചിട്ട് അവർ വിളിച്ചു കൊണ്ടുവരുന്നവരെ എത്രമാത്രം ജെന്യൂനിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു കല്യാണം ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുന്നത് പോലെ കലോത്സവമായി മാറി. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ കലോത്സവങ്ങൾക്ക്. ഈ ഒരു പ്രതിഷേധം ഇപ്പം സർക്കാരിനെയോ അല്ലെങ്കിൽ ഭരണകൂടത്തെയോ അറിയിക്കാൻ ടീച്ചർ ഏതെങ്കിലും വ്യത്യസ്ത മാർഗങ്ങൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു? ഞാൻ എന്താണെങ്കിലും കഴിഞ്ഞ വർഷം തന്നെ ഞാൻ കലോത്സവം കഴിഞ്ഞപ്പോൾ വിചാരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും കഴിഞ്ഞ ഒരു വർഷത്തോടു കൂടി കലോത്സവ വേദികളിലേക്ക് ഇനി എന്തായാലും ഇല്ല എന്നാണ്. മാരക മയക്കുമരുന്നായ MDMAയും കഞ്ചാവുമായി യുവാവ് പിടിയിലായി. മലപ്പുറം ആനക്കയം ചോഴിയങ്കൽ തോട്ടത്തിൽ സുരേഷ് കുമാറിനെയാണ് ബത്തേരി പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും പിടികൂടിയത്. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായത്. ഇയാളിൽ നിന്ന് 2 കവറുകളിലായി 0.08 ഗ്രാം MDMAയും 16.5 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. ഗുണ്ടൽപേട്ട ഭാഗത്ത് നിന്ന് ബത്തേരി ഭാഗത്തേക്ക് വന്ന കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇയാളുടെ പാൻറിൻ്റെ പോക്കറ്റിൽ നിന്നാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. SIമാരായ സോബിൻ, P വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. പാതി വഴിയിൽ നിർമ്മാണം ഒതുങ്ങുന്ന ഗോത്രവീടുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. നിർമ്മാണം ഏറ്റെടുക്കുന്ന കരാറുകാർ പ്രവൃത്തി പൂർത്തീകരിക്കാതെ പണം വാങ്ങി മുങ്ങുന്നതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ഇത്തരം കരാറുകാർക്ക് വീണ്ടും വീട് നിർമ്മാണം നൽകുന്നതും തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഗോത്രജനവിഭാഗങ്ങൾക്ക് അനുവദിക്കുന്ന വീടുകളുടെ നിർമ്മാണ പ്രവൃത്തിയാണ് പാതി വഴിയിൽ നിൽക്കുന്നത്. ജില്ലയിൽ മാത്രം 100 കണക്കിന് വീടുകളാണ് ഇത്തരത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടക്കുന്നത്. നിർമ്മാണം ഏറ്റെടുക്കുന്ന കരാറുകാരൻ പണി പൂർത്തീകരിക്കാതെ പണം വാങ്ങി മുങ്ങുന്നതാണ് വീടുകളുടെ ഈ ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണം. 2 വീടുകളും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയതാണ്. അന്നൊരു പണി നടന്നിട്ടില്ല. പിന്നെ അത് പണിതെങ്കിലും അത് മൊത്തം ചോരുകയാണ്. പിന്നെ ഇപ്പോൾ കിടക്കാൻ പോലും സൗകര്യമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ ട്രൈബലിന് ഒരു വീട് പാസ്സായിട്ടുണ്ട്, അതും പണി പോകും. ബത്തേരി നഗരസഭയിലെ പുത്തന്നൂർ, പൂവഞ്ചി ഉന്നതികളിൽ ഇത്തരത്തിലുള്ള അനവധി വീടുകളാണുള്ളത്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ തിരുവണ്ണൂർ ഉന്നതിയിലും പാതി വഴിയിൽ നിർമ്മാണം നിർത്തിയ നിരവധി വീടുകൾ കാണാം. പണം കൈപ്പറ്റി മുങ്ങുന്ന കരാറുകാർക്ക് വീണ്ടും വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി നൽകുന്നതായും ആരോപണമുണ്ട്. ഗോത്രവീട് നിർമ്മാണത്തിൽ കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് ഇത്തരം തട്ടിപ്പുകളുടെ വ്യാപ്തി വർദ്ധിക്കുന്നത്. ഇതിനെ തടയിടാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ആവശ്യമുയരുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പുള്ളതിനാൽ ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച കവചം മുന്നറിയിപ്പ് സംവിധാനത്തിൽ നിന്ന് സൈറൺ മുഴങ്ങി. മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, പനമരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് സൈറൺ മുഴങ്ങിയത്. ജനങ്ങൾ പരിഭ്രാന്തരാകാതിരിക്കാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളെ മാറ്റുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത്. ഇടവേള. Bobby Chamanur International Jewelers. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. Kavita Gold and Diamonds, the versatile jewelry.
പല 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 വേഗത്തിൽ അടിപൊളി തുടിമേളത്തിൽ ഒന്നാഘോഷിക്കാൻ പോകുന്നു. ഉല്ലാസം വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. കോളിയാടി തവനി റോഡിൽ ലോറി കുടുങ്ങി. ഇതേ തുടർന്ന് റൂട്ടിൽ ഗതാഗത തടസ്സമുണ്ടായി. ഇന്ന് ഉച്ചയോടെ വലിയവട്ടം പാലത്തിന് സമീപമാണ് സംഭവം. ഇതുവഴി ലോഡ് കയറ്റി വന്ന ലോറി മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ ചക്രങ്ങൾ ചെളിയിൽ താഴ്ന്നു പോയതാണ് ഗതാഗത തടസ്സത്തിന് കാരണമായത്. പിന്നീട് മണിക്കൂറുകളുടെ ശ്രമഫലമായി ലോറി ഇവിടെ നിന്ന് നീക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അതുവരെ ബസ്സുകളടക്കം റോഡിൽ കുടുങ്ങിക്കിടന്നത് യാത്രക്കാർക്കും ദുരിതമായി. അമ്മായിപ്പാലം താളൂർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായുള്ള പാലം നിർമ്മാണം നടക്കുന്നതിനാലാണ് വാഹനങ്ങൾ വീതി കുറഞ്ഞ തവനി റോഡ് വഴി കഴിഞ്ഞ 3 മാസമായി തിരിച്ചുവിട്ടിരിക്കുന്നത്. പാലം നിർമ്മാണം വേഗത്തിലാക്കി യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. മഴ പെയ്ത് കഴിയുമ്പോൾ ഇവിടെ മുഴുവൻ സൈഡ് ഇറക്കാൻ പറ്റാത്തൊരു ചെളിയാണ്. ഒരു ബസ് പോകാനുള്ള വീതി മാത്രമേ ഉള്ളൂ. 2 ബസ്സുകൾ അല്ലെങ്കിൽ 2 വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ സൈഡ് ഇറക്കി പോകാൻ പറ്റുന്നില്ല. മഴയില്ലാത്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു, സൈഡ് ഇറക്കായിരുന്നു. ഇതിപ്പോൾ ഒരു ലോറി ഇവിടെ കുടുങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വണ്ടിയും കടന്നു പോകാത്ത അവസ്ഥയിലാണിപ്പോൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മറ്റേ റോഡ് തുറന്ന് ഗതാഗതം സുഗമമാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മക്കിക്കൊല്ലി പുഞ്ചക്കടവ് മുതിരേരി റൂട്ടിൽ യാത്രാക്ലേശം രൂക്ഷമായി. റോഡ് നവീകരണം വേണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. റോഡ് പ്രവൃത്തി പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മാനന്തവാടിയിൽ നിന്നും ആരംഭിച്ച ചെറുപുഴ വിമലനഗർ കുളത്താട വഴി പേരിയയിൽ അവസാനിക്കുന്ന പൊതുമരാമത്ത് റോഡാണ് ഏറെക്കാലമായി നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത്. മക്കിക്കൊല്ലി പുഞ്ചക്കടവ്, ജോസ് കവല, കാട്ടിമൂല തുടങ്ങിയ ഭാഗങ്ങളെ ബന്ധിപ്പിച്ചാണ് 7.5 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള റോഡ് കടന്നുപോകുന്നത്. പതിറ്റാണ്ടുകളായി വാളാട്, കുളത്താട, പുതുശ്ശേരി, കാട്ടിമൂല പ്രദേശങ്ങളിൽ നിന്നുള്ളവർ വരെ കാൽനടയായി മാനന്തവാടിയിൽ എത്തിച്ചേരാൻ എളുപ്പവഴിയായി ഉപയോഗിച്ചിരുന്ന റോഡാണിത്. ഈ റോഡിന്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള നിരവധി പരാതികൾ കൊടുത്തിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വളരെ ധാരാളം ആളുകൾ ഉപയോഗിക്കുന്ന, വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന, തദ്ദേശീയരായ ആളുകൾ ഉപയോഗിക്കുന്ന ഈ റോഡിന്റെ വികസനത്തിന് ഗവൺമെന്റ് ഇവിടുത്തെ മന്ത്രി കൂടിയായിട്ടുള്ള നമ്മുടെ ശ്രീ OR അവർ അടിയന്തരമായി ഈ റോഡ് PWDയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ ഫണ്ട് അടിയന്തരമായിട്ട് ഉപയോഗിക്കണം. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ ഗതാഗതമേറെ പ്രതിസന്ധിയിലാണ്. മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ 3 കിലോമീറ്ററും തവിഞ്ഞാൽ പഞ്ചായത്തിന്റെ 2.5 കിലോമീറ്ററും ഉൾപ്പെടുന്ന ഭാഗമാണ് യാത്രാ ദുരിതം ഏറെ അനുഭവപ്പെടുന്നത്. കാലവർഷം കൂടി ആരംഭിക്കുന്നതോടെ കാൽനടയാത്ര പോലും അസാധ്യമായി മാറും. റോഡിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ചെറുപുഴ മുതൽ മക്കിക്കൊല്ലി വഴി ജോസ് കവല വരെയുള്ള 5.5 കിലോമീറ്റർ എങ്കിലും പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മലനാട് ന്യൂസ്, മാനന്തവാടി. വാർത്തകളിലേക്ക്. പല വർണ്ണങ്ങളിലുള്ള പൂക്കളും മനോഹരമായ പാർക്കും. കാരാപ്പുഴ മുൻപത്തെക്കാളും സുന്ദരിയാണ് ഇപ്പോൾ. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ് കാരാപ്പുഴ ഡെസ്റ്റിനേഷൻ. പല വർണ്ണങ്ങളിൽ ആസ്റ്റർ പൂന്തോട്ടം, വർണ്ണക്കാഴ്ചയായി സലേഷ്യ, ചെണ്ടുമല്ലി, ടോപ്പിയറി ഗാർഡനുകൾ, പല രൂപങ്ങളുമായി വ്യത്യസ്ത ഇമോജി ഗാർഡൻ, കുട്ടികൾക്ക് മതിച്ചുല്ലസിക്കാൻ പുൽത്തകിടികൾ. കാരാപ്പുഴയിലെ കാഴ്ചകളിപ്പോൾ വേറെ ലെവലാണ്. നേരത്തെ മഴയെത്തിയതോടെ പൂക്കൾ നിറഞ്ഞ മനോഹര കാഴ്ചയാണ് കാരാപ്പുഴയിൽ. ഇപ്പോൾ കാരാപ്പുഴയിലെത്തുന്നത് ദിവസവും 10,000-കണക്കിന് ആളുകളാണ്. മണിക്കൂറുകൾ പാർക്കിൽ ചിലവഴിക്കുന്ന സഞ്ചാരികൾ മടങ്ങുന്നത് മനസ്സ് നിറഞ്ഞ്. ഒരു ഗാർഡൻ, എല്ലാ സംഭവങ്ങളും നല്ല ഒരു ദിവസം വന്ന് ചിലവഴിക്കാൻ പറ്റിയ ഒരു എന്റർടൈൻമെന്റ് ഉണ്ട് ഇവിടെ. ഗാർഡൻ ആയാലും ഒരു സ്ലൈഡിംഗ് ആയാലും കുട്ടികളുടെ പാർക്കായാലും എല്ലാം നല്ലൊരു സംഭവമാണ്. സന്തോഷമായി, നല്ല അടിപൊളിയാണ്. നീളം കൂടിയ സിപ്പ് ലൈൻ, ഡാമിന്റെയും പരിസരങ്ങളുടെയും ഭംഗി മനം നിറഞ്ഞ് ആസ്വദിക്കാൻ ഡ്രോപ്പ് ടവർ, ജയന്റ് സ്വിംഗ് സാഹസിക സഞ്ചാരികൾക്കും പ്രിയപ്പെട്ടതേറെയുണ്ട് ഇവിടെ. കഴിഞ്ഞ ഞായറാഴ്ച മാത്രം കാരാപ്പുഴയിലെത്തിയത് 11,200 വിനോദസഞ്ചാരികളാണ്. സഞ്ചാരികൾക്ക് കാഴ്ചവിരുന്നൊരുക്കാൻ അണിയറയിൽ ഒരുങ്ങുകയാണ് ഇനിയും ഏറെ കൗതുക കാഴ്ചകൾ. മലനാട് ന്യൂസ്, മീനങ്ങാടി. ഒരിടവേള കൂടി. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ 1 പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്.
18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. വാർത്തകളിലേക്ക്. ഇടം വലം നോക്കാതെ കൂടെ നിൽക്കുമെന്ന ഉറപ്പുമായി വോട്ടഭ്യർത്ഥിച്ച് മാനന്തവാടി എരുമത്തെരുവ് ഇഷ അത്തുൽ ഇസ്ലാം മദ്രസ തിരഞ്ഞെടുപ്പ്. മാനന്തവാടി റേഞ്ചിലെ മദ്രസകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസയിലാണ് കഴിഞ്ഞ ദിവസം പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത്. മദ്രസ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, ആർട്സ് വിംഗ് ചെയർമാൻ, ചെയർപേഴ്സൺ എന്നീ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. 2 ബൂത്തുകളാണ് ഒരുക്കിയിരുന്നത്. പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടായിരുന്നു വോട്ടെടുപ്പ്. മദ്രസയിലെ 289 വിദ്യാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തി. തങ്ങൾക്ക് പരിചിതമല്ലാത്ത മേഖലയായിരുന്നിട്ടും പ്രിസൈഡിംഗ് ഓഫീസർ, ബൂത്ത് ഓഫീസർ എന്നീ ജോലികൾ വിദ്യാർത്ഥികൾ ഭംഗിയായി നിർവഹിച്ചു. ബൂത്ത് ഏജന്റുമാരും സന്നിഹിതരായിരുന്നു. മാനന്തവാടി റേഞ്ചിൽ തന്നെ ഏറ്റവും വലിയ മദ്രസകളിൽ ഒന്നായി ഇഷ അത്തുൽ ഇസ്ലാം മദ്രസ ഇന്ന് വിവിധ കൗൺസിലുകൾക്ക് ഇലക്ഷൻ നടക്കുകയാണ്. 16ഓളം സ്ഥാനാർത്ഥികൾ വിവിധ തസ്തികകളിലേക്ക് മത്സരിക്കുകയാണ്. വിദ്യാർത്ഥികളിലെ ജനാധിപത്യ ബോധവും ഇലക്ഷനോടുള്ള ഒരു അവബോധം ഉണ്ടാക്കാനാണ് നമ്മൾ ഈ ഇലക്ഷൻ നടത്തുന്നത്. ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അവബോധം കുട്ടികളിൽ കൂടി എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. സമ്മതിദാനാവകാശം വിനിയോഗിച്ചവർക്ക് മിഠായിയും വിതരണം ചെയ്തു. മലനാട് ന്യൂസ്, മാനന്തവാടി. ബിസിനസ് മലനാട്. നയാരയുടെ ആദ്യത്തെ ഫ്യുവൽ സ്റ്റേഷൻ സുൽത്താൻ ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK രമേശ് ഉദ്ഘാടനം ചെയ്തു. സുൽത്താൻ ബത്തേരി ചുള്ളിയോട് റോഡ് കല്ലുവയലിലാണ് നയാര ഫ്യുവൽ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ചടങ്ങിൽ നെന്മേനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG ചെറുതോട്ടിൽ, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ LC പൗലോസ്, സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ കൗൺസിലർ ഷമീർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PY മത്തായി, ടിമ്പർ മർച്ചന്റ് ജില്ലാ പ്രസിഡന്റ് ജെയിംസ് ഇമ്മാനുവൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ബത്തേരി ടൗണിലെ തിരക്കിൽ നിന്ന് മാറി ഇന്ധനം നിറയ്ക്കാൻ ആശ്വാസമാണ് പുതിയ ഫ്യുവൽ സ്റ്റേഷൻ. വയനാട്ടിൽ നിന്ന് താളൂർ, തമിഴ്നാട് പോകുന്നവർക്കും തിരിച്ചുമുള്ള യാത്രക്കാർക്കും സൗകര്യപ്രദമായി ഇന്ധനം ലഭ്യമാക്കാൻ നയാരയുടെ ഈ പുതിയ ഫ്യുവൽ സ്റ്റേഷൻ വഴി സാധിക്കും. കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 415, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 237, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 680, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 670, നേന്ത്രക്കായ് കിലോയ്ക്ക് 30, ഇഞ്ചി ചാക്കിന് 1300, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 183, സ്വർണം പവന് 69,680, വെള്ളിഗ്രാമിന് 108 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ബത്തേരി നഗരത്തിൽ വീണ്ടും പുലി ഇറങ്ങി. കഴിഞ്ഞ രാത്രി ശാന്തിനഗർ ഹൗസിംഗ് കോളനിക്ക് സമീപം പുലിയെത്തി. പുലിയെ അടിയന്തരമായി കൂടുവെച്ച് പിടികൂടണമെന്ന ആവശ്യം. മൂപ്പനാട് വാളത്തൂർ പ്രദേശത്തും പുലിയുടെ സാന്നിധ്യം. കലോത്സവ വേദികളിലെ വിധി നിർണയത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പരാതികൾക്കെതിരെ ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാര ജേതാവ് കലാമണ്ഡലം റസി ഷാജിദാസ്. അടുത്ത കലോത്സവം മുതൽ വേദികളിൽ തന്റെ സാന്നിധ്യമുണ്ടാകില്ല. ഓരോ നൃത്ത ഇനങ്ങളിലെയും വിദഗ്ധരെ വിധികർത്താക്കളായി നിയമിക്കാത്തത് പ്രശ്നങ്ങൾക്കു കാരണം. കലാമണ്ഡലം റസി ഷാജിദാസിന്റെ വെളിപ്പെടുത്തൽ മലനാട് ചാനലിന് മുഖാമുഖം പരിപാടിയിൽ. മാരക മയക്കുമരുന്നായ MDMAയും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പിടിയിലായത് മലപ്പുറം സ്വദേശി. ഇയാളുടെ പക്കൽ നിന്ന് 0.08 ഗ്രാം MDMAയും 16.5 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. പാതിവഴിയിൽ നിർമ്മാണം നിലയ്ക്കുന്ന ഗോത്രവീടുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. നിർമ്മാണം ഏറ്റെടുക്കുന്ന കരാറുകാർ പ്രവൃത്തി പൂർത്തീകരിക്കാതെ പണം വാങ്ങി മുങ്ങുന്നു. തട്ടിപ്പ് നടത്തുന്ന കരാറുകാർ വീണ്ടും വീട് നിർമ്മാണം ഏറ്റെടുക്കുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ സ്വർഗ ബേസിൽ ചേരും. നമസ്കാരം.